പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരിമാരെ, ടെലിഫോണിലാണ് ശ്രീമതി ശൈലജ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എന്നെ ക്ഷണിച്ചത്. ഒരു ഫൗണ്ടേഷൻ ഉദ്ഘാടനം എന്നതിനപ്പുറം ഞാൻ കാര്യമായിട്ടൊന്നും അപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ ശൈലജയുടെ ഫോണിൽ പറയുകയുണ്ടായി. ഈ നാടും സ്മരിക്കപ്പെടുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം ആണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അങ്ങനെ ശൈലജ വിശദീകരിച്ച വ്യക്തി ചുനക്കര ശ്രീകുമാർ എന്ന വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ ഈ പരിപാടി നോട്ടീസിലൊക്കെ കിട്ടിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഇവിടെ ശ്രീകുമാറുമായി ബന്ധമുള്ളവരാണ് ഇവിടെ എല്ലാവരും തന്നെ, വേദിയിലും സദസ്സിലും പരിസരത്തും എല്ലാം ശ്രീകുമാറുമായി ബന്ധമുള്ളവരാണ്. ശ്രീകുമാറിനെ കുറിച്ച് നല്ല ഓർമ്മകൾ ഉള്ളവരാണ് സമ്മേളിച്ചിരിക്കുന്നത്. അക്കൂട്ടത്തിൽ എനിക്കും ശ്രീകുമാറുമായി ഒരു ചെറിയ ബന്ധമല്ലൊരു അടുപ്പത്തിനുള്ള അവസരം ഉണ്ടായത് ഒരു പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രസ് ക്ലബിൽ ശ്രീകുമാറിനെ കാണുന്നതിനും സംസാരിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ അതെൻ്റെ ഓർമ്മയിൽ അങ്ങനെ ശക്തമായി നിൽക്കുന്ന ഒരു സൗഹൃദം എന്ന് പറയാവുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ ശ്രീകുമാറിനെ കുറിച്ച് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷയും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവർക്കും ഇത്രയേറെ നല്ല കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനുണ്ടാകുന്നത് അത് അസാധാരണമായ അനുഭവമാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തി തുടങ്ങിവെച്ച നന്മകൾ തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം കാണേണ്ടത്. ബൈബിൾ വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവൻ നന്മകൾ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നാണ്. സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ട് കടന്നുപോയി എന്നല്ല. അത്രമാത്രം ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, തീവ്രമായ ഒരു വികാരത്തോടെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ സാധാരണഗതിയിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാകണം. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ വോട്ട് എന്നൊരു ഉദ്ദേശം ഉണ്ടാകും. ധാരാളം പൊതുപ്രവർത്തകരുണ്ട്, പല കാര്യങ്ങളിലും ഇടപെടുന്നവരാണ്. പക്ഷെ ശ്രീകുമാറിന് അങ്ങനെയുമല്ല. ശ്രീകുമാർ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, സംഘടനയുണ്ട്, സംഘടനാ പ്രവർത്തകനായിരുന്നു. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഒരു മനുഷ്യസ്നേഹിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യസ്നേഹം എന്നത് കുറഞ്ഞു വരുന്നു എന്ന ആക്ഷേപം നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ അത് വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെ, അതും ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് ഏവൂർ അവിടെ പങ്കെടുത്ത ചടങ്ങ് പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം നടത്തുന്ന ഒരു സംഘപ്രസ്ഥാനത്തിൻ്റെ പരിപാടിയായിരുന്നു. അവരാരും പരിചരിക്കാനില്ല. അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് എല്ലാ മരുന്നുകളും ചികിത്സയും അവസാനിച്ച ഘട്ടത്തിൽ ഒരു സ്പർശം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടോ അല്പം സാന്ത്വനം നൽകാൻ കഴിയുമോ എന്നതാണ് ആ യുവസഖാക്കളുടെയൊക്കെ പരീക്ഷണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചൊരു പരിഗണന ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സംസ്കാരം ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്നത്. സംസ്കാരത്തെക്കുറിച്ച് വലിയ നിർവചനങ്ങളൊക്കെ നമുക്ക് നൽകാൻ കഴിയും, കണ്ടെത്താൻ കഴിയും. പക്ഷെ നമ്മുടെയൊക്കെ ചെറിയ മനസ്സിൽ, പരിമിതമായ അറിവിൽ വലിയ നിർവചനങ്ങളൊന്നും ആവശ്യമില്ല. മറ്റുള്ളവരോട് ഒരു പരിഗണന, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു മനസ്സ്, അത് തന്നെയാണ് സംസ്കാരം. ഒരു ചെറുപ്പക്കാരൻ തനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവസ്ഥ, അത് വളരെ ശ്രമകരമാണ്. എല്ലാവർക്കും അത് സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ലോകവും ഈ സമൂഹവും നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി ഒരു ദേവദൂതനെ അയക്കുന്നത് അവിടുത്തെ നഗരപ്രവണതയെ പറ്റി. അപ്പൊ അവിടെയാണ് ദേവദൂതൻ പറയുന്നത്, ഈ നഗരത്തിൽ നന്മ ചെയ്യുന്ന ഒരു 50 പേരുണ്ടെങ്കിൽ ശിക്ഷയിൽ കൊടുക്കുക. എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞ സമയം 4:30 ആയിരുന്നു. 4:30 എത്തിയപ്പോൾ ഈ പന്തൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ശ്രീകുമാറിന്റെ വീട്ടിൽ പോയപ്പോഴും അവിടെ ഈ ധാരാളം ആളുകളെ കണ്ടു. എല്ലാവരുടെയും മനസ്സിൽ മറ്റൊരു ഒരു ഒരു അഭിപ്രായമില്ലാതെ ശ്രീകുമാർ എന്ന പേര് മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ അതൊരു നാട് അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വിലപിടിച്ച അംഗീകാരമാണ്. ആ അംഗീകാരം എന്നത്
പല ഓർമ്മകളും ഉണർത്തുന്ന ഓർമ്മകൾ നമ്മൾ സംഭരിച്ചു വയ്ക്കുന്ന ഒരു ഇതായി മാറുകയാണ്. അതുകൊണ്ട് ആ പ്രവർത്തനം ഒരു സ്മരണികയിൽ മാത്രമായി നിങ്ങൾ ഒതുക്കാതെ ഒരു ഫൗണ്ടേഷൻ ആക്കി മാറ്റുന്നത്. ശ്രീകുമാറിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ വളരെയേറെ ഉത്തരവാദിത്വമുള്ള ഒന്നാണ്. കാരണം ശ്രീകുമാർ തുടർന്നു കൊണ്ടുപോയ